പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചെല്ലാം അച്ഛൻ നന്നായിട്ട് നിങ്ങളോട് സംസാരിച്ചു. എല്ലാം കൃത്യമായ ഒരു അനുഭവമാണ്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ രോഗാവസ്ഥയിലും ക്ഷീണാവസ്ഥയിലും അച്ഛൻ ഇപ്പോഴും അച്ഛൻ്റെ ഇതിനെല്ലാം അറിയണമെന്ന് ഇപ്പോഴും വായിക്കുന്നു, പഠിക്കുന്നു എന്നുള്ളത് ഒരത്ഭുതം തന്നെയാണ്. ലിറ്ററേച്ചർ റിസർച്ച് സെൻറ്ററിൽ അവിടെ ആദ്യകാലത്ത് ഗവേഷണ പഠനം നടത്തുമ്പോൾ ഡോക്ടറേറ്റ് ഉള്ളവരെയൊക്കെ വിളിക്കുമായിരുന്നു. എന്നാണെന്ന് അറിയാൻ വേണ്ടി അച്ഛൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയി സമയം നഷ്ടപ്പെടുത്താറില്ല. ഒരു പ്രാവശ്യം അച്ഛന് വന്ന യോഗ്യജ്ഞാനം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഐറ്റ്സ് ഓഫ് യുദാസ് തോമസിനെ കുറിച്ച് പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ തൊണ്ടിപ്പറമ്പിലച്ഛനും നരികുളത്തച്ഛനും ഒക്കെ ഈ പറഞ്ഞ പുസ്തകത്തെക്കുറിച്ചും അപ്പോക്രിഫൽ വർക്ക്സിനെ കുറിച്ചും വളരെ തുച്ഛപരിച്ച് സംസാരിക്കുകയും അതെല്ലാം കെട്ടുകഥകളാണെന്ന് പറയുകയും ചെയ്തൊരു വേദിയായിരുന്നു. ആ വേദിയിൽ അച്ഛൻ അവസാനം അവർ കുറേ ഇരിപ്പുണ്ടായിരുന്നു. കുറേ അച്ഛൻ കൈവക്കി എഴുന്നേറ്റ് അച്ഛൻ ആദ്യം പറഞ്ഞത് ഈ വർക്കുകളെ കുറിച്ച് റമ്പാൻ പാട്ട്, അതുപോലെ ഐറ്റ്സ് ഓഫ് യുദാസ് തോമസ്, ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് ക്രിട്ടിക്കൽ വർക്ക്സ് ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതിലേത് പുസ്തകം വായിച്ചിട്ടാണ് നിങ്ങളിവിടെ പറഞ്ഞ് ഈ കമൻറ്റ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ആധികാരികതയെക്കുറിച്ചും അപ്പോക്രിഫൽ വർക്ക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രത്തിൻ്റെ കേണൽ അത് നിഷേധിക്കാൻ പാടില്ലെന്നുള്ള സത്യത്തെക്കുറിച്ചും വളരെ തീക്ഷ്ണമായിട്ട് സംസാരിച്ച് റഹ്മാൻ പാട്ടിൻ്റെ പലയിടങ്ങളിൽ വോട്ട് ചെയ്ത് അച്ഛൻ അവിടെ ഇരുന്നു. അതിനുശേഷം ആ യോഗം അവസാനിച്ച് ആ സെക്ഷൻ അവസാനിച്ചപ്പോൾ ഈ പറഞ്ഞ പണ്ഡിതരായിട്ടുള്ള അച്ഛന്മാർ അവരുടെ കൗൺസിൽ ആൽവേസമേരി ചെന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ പോയ വഴിക്ക് പറഞ്ഞുകൊണ്ട് പോയ വാചകങ്ങൾ പിന്നീട് ഞാൻ അറിയാതെയായി. എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് കൂടിക്കോളൂ. അവരുടെ ആ തോമാക്കത്തിനകത്ത് ഏതാണ്ടൊക്കെ അറിയാമല്ലേ. അപ്പോൾ ഇവർക്കൊന്നും അതിന് മറുപടി പറയാൻ പറ്റില്ല. അച്ഛൻ ഇത്രയും പറഞ്ഞിട്ട് ഇരുന്നിട്ട് നോ ബഡി കുഡ് ഗീവ് എനി എക്സ്പ്ലനേഷൻ ഫോർ ദീസ്. അതുകൊണ്ടാണ് ഇങ്ങനെ അവർ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവും അച്ഛൻ്റെ പരപ്പാർന്ന വായനയും അച്ഛൻ്റെ ഗവേഷണത്തിൻ്റെ ആഴവും പ്രസക്തിയെല്ലാം. ഇപ്പോഴത്തെ ഈ ചെറിയ സംസാരത്തിൽ പോലും ഇതൊക്കെ ഒരു നിഴല് മാത്രമാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഈ രോഗാവസ്ഥയിൽ ഒരുപക്ഷെ എന്നോട് ഇന്ന് ഇവിടെ കേന്ദ്രീകരിച്ച പറയാണ് അച്ഛനോട് വന്നതിന് ശേഷം ആദ്യമാണ് സംസാരിക്കുന്നത്. ഇവിടെ വന്നിട്ട് കുറച്ച് കാലമായി പറയാണ്. അപ്പം അച്ഛൻ്റെ ആ ആവേശം, തീക്ഷ്ണത, സഭയോടുള്ള കൂറ്, മാതൃസഭയോടുള്ള സ്നേഹം, സഭയിലെ അവിസ്മരണീയമായിട്ടുള്ള വ്യക്തിത്വങ്ങളോടുള്ള ആദരവ്, രക്തസാക്ഷികൾക്ക് തുല്യം ബഹുമാനിക്കേണ്ടവരോടുള്ള കാഴ്ചപ്പാട്, ഇതെല്ലാം അച്ഛൻ ഈ അവസരത്തിൽ നമുക്കിങ്ങനെ വിശദീകരിച്ച് തരുമ്പോൾ അത്രമാത്രം ആവേശത്തോടെ സഭയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മളെന്ന് നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട അച്ഛ, ഈ ഒരു രോഗാവസ്ഥയിലും ഇത്ര ഗഹനമായിട്ടും ഇത്ര കാര്യമാത്ര പ്രസക്തമായിട്ടും നൽകിയ ഈ ഉപദേശത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി അച്ഛന് എല്ലാവരും പാവങ്ങളും നന്മകളും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നടത്താം. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഒരു ആശീർവാദം അച്ഛനോട് ഇന്ന് ആശീർവദിച്ചാൽ മതി. ആശീർവാദത്തോടെ നമുക്ക് അവസാനിപ്പിക്കും. അച്ഛനോട് ഇന്ന് ആശീർവദിച്ചാൽ മതി. ഇരുന്ന് പ്രാർത്ഥന ആശീർവാദം മതി. നമ്മുടെ അടുത്ത വിഷയം വിശ്വസിക്കുക